ഗവർണർക്കെതിരെ നടന്ന ആക്രമണത്തിൽ ഗുരുതര സുരക്ഷാ വീഴ്ചയുണ്ടെന്ന് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട്. വീഴ്ചകൾ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചുള്ള റിപ്പോർട്ടാണ് IB കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയിരിക്കുന്നത്. ഗവർണറുടെ വാഹനം തടഞ്ഞു നിർത്തി ചില്ലിലും ബോണറ്റിലും അടിച്ചത് സുരക്ഷാ വീഴ്ചയുടെ ഗൗരവം വ്യക്തമാക്കുന്നു. ഗവർണറെ കല്ലെറിയാൻ ഗൂഢാലോചന നടന്നു. വാഹനവ്യൂഹത്തിന്റെ അടുത്തേക്ക് പോലും ആരും കടന്നുവരാൻ പാടില്ലെന്നതാണ് സുരക്ഷാ പ്രോട്ടോകോളിൽ വ്യക്തമാക്കുന്നത്. ഗവർണർക്കുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എണ്ണവും കുറവാണ്. ഗവർണർക്ക് നേരെ നടന്നത് പ്രതിഷേധമല്ല, ആക്രമണമാണ്. രാഷ്ട്രപതിക്കും ഉപരാഷ്ട്രപതിക്കും തൊട്ടുതാഴെ Z+ സുരക്ഷയുള്ള ഗവർണർക്ക് കൃത്യമായ സുരക്ഷ ലഭിക്കുന്നില്ലെന്നും റിപ്പോർട്ടിലുണ്ടെന്നാണ് വിവരം. അതേസമയം ക്യാമ്പസുകളിൽ കാലുകുത്താൻ ഗവർണറെ അനുവദിക്കില്ലെന്ന SFIയുടെ വെല്ലുവിളി നേരിടാനാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ തീരുമാനം. കാലിക്കറ്റ് സർവകലാശാല സെമിനാർ കോംപ്ലക്സിൽ 18 നടക്കുന്ന സനാതന ധർമ്മ പീഠത്തിന്റെ സെമിനാറിൽ അദ്ദേഹം പങ്കെടുക്കും. ഡൽഹിയിൽ നിന്ന് 16 വൈകുന്നേരം കോഴിക്കോട്ടെത്തുന്ന ഗവർണർ സർവകലാശാല ഗസ്റ്റ് ഹൗസിൽ താമസിക്കും. 3 ദിവസം ഗവർണർ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലുണ്ടാകും. നേരത്തെ കോഴിക്കോട് നഗരത്തിൽ താമസിക്കാനായിരുന്നു ഗവർണറുടെ പരിപാടി. ക്യാമ്പസുകളിൽ ഗവർണറെ തടയുമെന്ന് SFI പ്രഖ്യാപിച്ചപ്പോഴാണ് എന്നാൽ പിന്നെ ക്യാമ്പസിൽ താമസിച്ചേക്കാമെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ തീരുമാനിച്ചത്. ഗവർണർക്ക് പഴുതടച്ച സുരക്ഷ നൽകാൻ പോലീസ് നിർബന്ധിതമാകും. ഗവർണർക്ക് നേരെ എന്തെങ്കിലും ആക്രമണം ഉണ്ടായാൽ സംസ്ഥാന ഭരണകൂടത്തിന്റെ പരാജയമാണ് വ്യാഖ്യാനിക്കപ്പെടുക. അത് ഇടതു സർക്കാരിന് കൂടുതൽ ഭീഷണിയാകും. എല്ലാ മേഖലകളിലും നിന്ന് കനത്ത എതിർപ്പുകൾ നേരിടേണ്ടി വരികയും സാമാന്യ ജനങ്ങളുടെ മുഴുവൻ വിദ്വേഷത്തിന് പത്രമാകുകയും ചെയ്ത സംസ്ഥാന സർക്കാർ ഇനി കടുത്ത നിലപാടെടുത്ത് കേന്ദ്ര നടപടി ക്ഷണിച്ചു വരുത്തുകയാണോ എന്ന സംശയവും ഉദിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ എതിർപ്പിൽ നിന്ന് മാറി ഒരു സഹാനുഭൂതിയുടെ അന്തരീക്ഷം ഉണ്ടാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അതേസമയം കേരളത്തിലെ ചില ക്യാമ്പസുകളിൽ കൂടി ഗവർണർ സന്ദർശിച്ചേക്കുമെന്ന സൂചനയുണ്ട്. അതോടെ ഗവർണറെ തടയേണ്ടത് CPMന്റെ അഭിമാന പ്രശ്നമായി മാറുമ്പോൾ ഗവർണർക്ക് സുരക്ഷ നൽകേണ്ടത് സർക്കാരിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമായി മാറും. കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ MalayaliNewsLive.com സബ്സ്ക്രൈബ് ചെയ്യുക.